നമസ്കാരം. ഇന്ന് രാവിലെ ആസ് യൂഷ്വൽ ഒരു ഡേ ആയിട്ട് തന്നെ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് നാട്ടിലെ ന്യൂസൊക്കെ കാണാറുള്ളത്. ഞാൻ അങ്ങനെ ഐപാഡിൽ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇന്നലെ ഉണ്ടായ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വാർത്ത വന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം എല്ലാവർക്കും അല്ലേ, നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ഇന്നത് ഭയങ്കര വിഷമത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. എനിക്ക് അവരുമായിട്ട് ഒരു പരിചയവുമില്ലാതെ എനിക്ക് ഇത്രയും സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, അവരുടെ സിബ്ലിങ്സ്, ഗ്രാൻഡ് പേരൻസ്, അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അവരുടെ ഫ്രണ്ട്സ്, എന്തുമാത്രം വിഷമമായിരിക്കും ഇത് എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മിനിറ്റ് പോലും നമുക്ക് ആ വാർത്ത കാണാൻ തോന്നുന്നില്ല. പല ന്യൂസ് ചാനൽസിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. ഒരു ട്രവേറ എന്നൊരു വണ്ടിയിൽ 7 പേര് മാത്രം സഞ്ചരിക്കേണ്ട വണ്ടിയിൽ 11 കുട്ടികളാണ് യാത്ര ചെയ്തത്. അതിൽ 5 കുട്ടികളാണ് മരണപ്പെട്ടത്. 2 കുട്ടികളുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കുട്ടികളുടെ സംസ്കാരം കഴിഞ്ഞു. ചില കുട്ടികൾ തറവാട്ടിൽ നിന്ന് പഠിക്കുന്നവരാണ്. പേരൻസ് ദൂരെ നിന്ന് വന്നു. എങ്ങനെയാണ് ആ പേരൻസ് അത് ഏറ്റെടുത്തിരിക്കുന്ന പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവർ നടത്തിയപ്പോൾ അവർ പറയണത്, രാത്രിയിൽ അവർ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നതിനിടയിലാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു. റോഡൊക്കെ സ്കിഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. വണ്ടി ഓടിച്ച കുട്ടിക്ക് ലൈസൻസ് കിട്ടുന്നു 5 മാസമായിട്ടേ ഉള്ളൂ. കയ്യിൽ വണ്ടി കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരുന്നു കാണാം. വണ്ടി സ്കിഡ് ചെയ്തിട്ട് ഒരു വണ്ടിയുടെ സൈഡാണ് ബസ്സിൻ്റെ അടുത്ത് ഇടിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ജാമായി വണ്ടി കുത്തിപ്പൊളിച്ചാണ് കുട്ടികളെ അവിടെ നിന്ന് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇത് അവരുടെ പേരൻസ് എങ്ങനെ ഇത് ഉൾക്കൊള്ളും? ജീവിതകാലം മുഴുവൻ അവരിത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു, പക്ഷെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ പേരൻസിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന സ്വപ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും ചെയ്യാൻ പറ്റില്ല. മരണം സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൽ പേരൻസും ഗ്രാൻഡ് പേരൻസൊക്കെ ഇനി മരിച്ച പോലെയാണ് അവർ ജീവിക്കുക. അവർക്ക് ഇതിൽ നിന്ന് കരകയറാൻ എത്ര കാലം എടുക്കും? എനിക്ക് ഒരിക്കലും ഒരു മരണം സംഭവിച്ചിട്ട് കുറ്റം പറയാനോ അതിനെ വിലയിരുത്താനോ വന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം ഇത് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് എത്ര വലിയ വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ വണ്ടിക്ക് എത്രമാത്രം സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 5 പേര് പോകേണ്ട വണ്ടിയിൽ 5 പേര് മാത്രം ഇരിക്കുക. കാരണം 5 സീറ്റ് ബെൽറ്റ്സ് ആണ് അതിലുള്ളത്. ഇനി കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 5 പേർക്ക് പകരം ചിലപ്പോൾ 3 പേർക്കേ പോകാൻ പറ്റുള്ളൂ. 2 പേര്, ചിലപ്പോൾ 2 കുട്ടികളാണെങ്കിൽ അവരുടെ കാർ സീറ്റ് വെച്ച് കഴിയുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല പാസഞ്ചേഴ്സിന് ഇരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് കാർ സീറ്റ് വെക്കുക, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. അത് നമ്മൾ എത്ര പേര് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു അത്ര പേര് വെച്ച് യാത്ര ചെയ്യുക. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നമ്മുടെ എയർ ബാഗ് വരില്ല. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ എയർ ബാഗ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊരു പെട്ടെന്ന് യാത്ര പോകണം, സിനിമയ്ക്ക് പോകണം, ഫുഡ് കഴിക്കാൻ പോകണം, നമ്മൾ ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആവേശത്തിൽ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തെ പറ്റി ചിന്തിക്കാതെ പോകുന്നു. നമ്മൾ വില കൊടുക്കേണ്ടത് നമ്മുടെ ജീവനാണോ? കോടാനുകോടികൾ കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ലൈഫാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. നമ്മളെ ഓർത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ലോകത്തിൽ എന്നും കരഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു പോലീസുകാരനെ പേടിച്ചിട്ടോ പെറ്റി അടിക്കുന്നതിന് ഓർത്തിട്ടോ അല്ല നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത്, അല്ലെങ്കിൽ കാർ സീറ്റിൽ യാത്ര ചെയ്യേണ്ടത്, കുട്ടികളെ യാത്ര ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ തലയിൽ ഹെൽമെറ്റ് വെക്കേണ്ടത്. നമ്മുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പാലിക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും. ഇനിയുള്ളത് കുട്ടികളായിട്ടുള്ളവരെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഞാനും ഒരു ടീനേജർ എന്നൊരു കാലം കഴിഞ്ഞിട്ട് എത്തിയ ഒരു വ്യക്തിയാണ്. ടീനേജ് സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു എപ്പോഴും പേരൻസ് ഇങ്ങനെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, രാത്രിയിൽ യാത്ര ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. യൂട്യൂബിൽ ഒരു വ്യക്തി കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്, അവർ നമ്മളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. ആ പറഞ്ഞ കമൻറ്റ് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ തോന്നും നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരാൾ കൈ കടത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ മുതിർന്നവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി പെരുമഴയത്ത് നമുക്ക് അത്യാവശ്യമില്ലെങ്കിൽ വണ്ടി എടുത്ത് പുറത്ത് പോകാതിരിക്കുക. ഇനി അത്യാവശ്യമാണെങ്കിൽ നമ്മൾ പോയേ പറ്റുള്ളൂ. നമുക്കൊരു വയ്യായിക വന്നു, ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യുക. അതിന് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഊബർ വിളിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ, വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക. ഇനി വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇസ് എ മസ്റ്റ്. മറ്റ് ജോലികൾക്ക് കയറുന്ന പോലെയല്ല വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഹൈവേയിലും ബൈ റോഡ്സിലും മെയിൻ റോഡ്സിലും ഒക്കെ ഓടിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുക. ബിക്കോസ് കൺട്രോളിങ് എ വെഹിക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളാണ് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാതെ വണ്ടി നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ എത്തിയാൽ നമ്മുടെ കയ്യിലത് നിൽക്കില്ല.
ഇനിയും പറയില്ലേ, നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഉറക്കം വരും, നമുക്ക് കോർഡിനേഷൻ കിട്ടില്ല. ഇനി നമ്മൾ എന്തെങ്കിലും മരുന്നെടുക്കുന്നൊരു, നമുക്ക് പനിയാണ്, നമ്മൾ മരുന്നെടുത്തു, നമുക്കൊരു സെഡേഷൻ ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത്. പെരുമഴയാണ്, റോഡ് സ്കിഡ് ചെയ്ത് കിടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അവസ്ഥകളുണ്ടെങ്കിൽ, അത്യാവശ്യമല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമാ നടന്മാർക്കോ സിനിമാ നടികൾക്കോ ഡയറക്ടേഴ്സിനോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് പിന്നീടാണ് പോയി കാണാം. നമ്മുടെ ജീവൻ നമ്മുടേത് മാത്രമാണ്. കോടാനുകോടികൾ കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഓർമ്മകളിൽ ജീവിക്കുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം വേദനയാണ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് വിഷമം വന്നു. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ്, അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ, ടീച്ചേഴ്സൊക്കെ കരയാണ്. അവരെ എങ്ങനെ ഇത് സഹിക്കും? അവരുടെ 5 മാസം പരിചയമുള്ളൂ ആ കൂടെ ഇരുന്ന സഹപാഠികൾ ഇതെങ്ങനെ എടുക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്ത് അപകടങ്ങൾ ഉണ്ടായാലും വീണ്ടും അടുത്ത ആക്സിഡൻസ് വരും. നമ്മൾ മനസ്സിലാക്കണില്ല. ഇതിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. സുരക്ഷിതത്വം നമ്മൾ ഭയങ്കരമായിട്ടും നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് വെക്കുക, കാർ സീറ്റുകൾ ധരിക്കുക, അർദ്ധരാത്രിയിൽ ഒത്തിരി രാത്രിയായി ഉറക്കം സമയത്ത് ഉറങ്ങുക. ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കാൻ നമ്മൾ ചലഞ്ച് ചെയ്യരുത്. ചില ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ ഭയങ്കര ചലഞ്ചിങ് ആണ്. മഴയത്ത് വണ്ടി ഓടിച്ച് നോക്കാം, അതിലൊരു അതിലൊരു കാര്യവും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓൾ ആക്സിഡൻസ് ആർ നോട്ട് ആക്സിഡൻ്റൽ. പണ്ട് ഞാൻ ചെങ്ങന്നൂർ പോകുമ്പോൾ അവിടെ പാലത്തിൽ എഴുതി വെച്ചൊരു അവിടെ എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ്, ആക്സിഡൻസ് ആർ നോട്ട് ആക്സിഡൻ്റൽ. വളരെ ശരിയായൊരു കാര്യമാണത്. ചില അപകടങ്ങൾ നമ്മൾ ലൈഫിൽ വിളിച്ചു വരുത്തുന്നതാണ്. അതിന് നമ്മൾ വില കൊടുക്കുന്നതോ നമ്മുടെ ജീവനും നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ നാളത്തെ ഒരു ഭാവിയാണ്. ഇത് നമ്മൾ പൊയ്ക്കാനെ പിന്നെ ആരാ നമുക്ക് വേണ്ടി ചെയ്യുക? വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്യില്ല. ആകെ കരയാൻ പേരൻസ് എന്നും ഉണ്ടാവും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടാവും. നമ്മൾ എന്താ നേടിയത്? ഈ ചെറുപ്രായത്തിൽ നമ്മൾ എന്താ നേടുക? അപ്പോൾ ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട എത്ര പേരാണോ അത്ര പേര് മാത്രം വണ്ടിയിൽ യാത്ര ചെയ്യുക. കൊച്ചുകുട്ടികളെ ഏറ്റവും മുൻ സീറ്റിൽ മടിയിൽ വെച്ച് യാത്ര ചെയ്യരുത്. എത്രയോ അപകടങ്ങളിൽ കുട്ടികൾ തെറിച്ചു പോകുന്നു, കുട്ടികൾ മരിക്കും. ഉറപ്പായിട്ടും തെറിച്ചു പോയി അവരുടെ തല എവിടെയെങ്കിലും പോയി ഇടിച്ചവർ മരിക്കും. അതുകൊണ്ട് കുട്ടികളെ പുറകിൽ കാർ സീറ്റിലിരുത്തി യാത്ര ചെയ്യുക. മുൻപിലും പുറകിലും ഇരിക്കുന്നവർ ഒരുപോലെ സീറ്റ് ബെൽറ്റ് ഇടണം. 6 പേരാണെങ്കിൽ 6 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. വണ്ടി അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാതിരിക്കുക. ഡ്രൈവിംഗ് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പ്രതികൂലമായ അവസ്ഥകളാണെങ്കിൽ, കാലാവസ്ഥ പ്രത്യേകിച്ച് ആണെങ്കിൽ വണ്ടി എടുക്കാതിരിക്കുക. സെഡേഷൻ, ഉറക്കമുള്ള സമയമാണെങ്കിൽ വണ്ടി എടുക്കരുത്. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകണം എന്നാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യാം. ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഇനി കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചലഞ്ചിങ് ഫാക്ടേഴ്സിനെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനോട് ചലഞ്ച് ചെയ്ത് വണ്ടി ഓടിക്കാതിരിക്കുക. നമ്മൾ മാത്രമല്ല അപകടത്തിൽ വരുന്നത്, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അപകടത്തിൽ പെടുകയാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട്. നമ്മുടെ വാശി കൊണ്ടും മറ്റാൾക്കാർക്കും അപകടമാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ. ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കളയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരിക്കലും ആ കുട്ടികളോട് ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല, അത്രമാത്രം വിഷമം ഉണ്ടായിട്ടാണ്. ബാക്ക് ടു ബാക്ക് ഒത്തിരി കാര്യങ്ങൾ നാട്ടിലിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. അറിയാം, ഞാൻ അത്ര എക്സ്പീരിയൻസ് ഡ്രൈവറോ ഒന്നുമല്ല, എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ്. ചെറുപ്രായമാണ് ആ കുട്ടികളുടേത്. 20 വയസ്സ് മാക്സിമം ഉണ്ടാവുള്ളൂ. അവരിന്ന് ലോകത്തുനിന്ന് പോയി. അവരെ ഓർത്ത് കരുന്ന അവരുടെ പേരൻസ്, അവരുടെ ടീച്ചേഴ്സൊക്കെ എങ്ങനെ ഇത് മറികടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മഴ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിൽ ദയവേത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒന്ന് വിട്ടു നിൽക്കുക. പിന്നീട് ആണെങ്കിൽ പകൽ സമയത്ത് നമുക്ക് സിനിമ കാണാൻ പോവാം, പകൽ സമയത്ത് നമുക്ക് ഹോട്ടലിൽ കഴിക്കാൻ പോവാം. വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ആൾക്കാർ മാത്രം വണ്ടിയിൽ യാത്ര ചെയ്യുക. കപ്പാസിറ്റി അനുസരിച്ച് യാത്ര ചെയ്യുക. വണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യണം. വണ്ടി നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ എത്തിക്കരുത്. യാത്ര ചെയ്യുമ്പോൾ ബൈക്കാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക. പുറകിലും മുന്നിലും ഇരിക്കുന്ന ആൾ, പാസഞ്ചേഴ്സ് 2 പേരും. ബൈക്കിൽ പോകുമ്പോൾ 2 പാസഞ്ചേഴ്സ് മുന്നിലും പുറകെ ഇരിക്കുന്നവരും ഹെൽമെറ്റ് ധരിക്കുക. കൊച്ചുകുട്ടികളെ ബൈക്കിൽ വെച്ചിട്ട് അതീവ വേഗതയിൽ ദൂരത്തോട്ട് യാത്ര ചെയ്യരുത്. കൊച്ചുകുട്ടികൾക്ക് ബൈക്കിൽ നിന്നുള്ള അപകടങ്ങൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഈ റൂൾസ് ഒന്നും പാലിക്കപ്പെടുന്നില്ല. പോലീസുകാരെ പേടിച്ചിട്ടല്ല നമ്മൾ റൂൾസ് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ സുരക്ഷിതത്വം ആലോചിച്ചിട്ട് നമുക്ക് വേണ്ടി എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള റൂൾസാണ്, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വണ്ടിയൊക്കെ നമ്മൾ സർവീസിങ് സമയം നമ്മൾ നോക്കണം. വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം നല്ലതായിട്ടാണോ, വണ്ടിയുടെ ടയേഴ്സ് നല്ലതാണോ, എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം. നമ്മളിപ്പോൾ ഒരു റെൻ്റേ കാർ എടുക്കുവാണെങ്കിൽ
ഇൻ ഡീറ്റെയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. വണ്ടിയുടെ സർവീസിങ് കഴിഞ്ഞതാണോ എല്ലാം നോക്കുക. അതേപോലെ സ്കിഡ് ചെയ്യുന്ന റോഡാണെങ്കിൽ സ്പീഡ് മാക്സിമം കുറയ്ക്കുക, സ്പീഡ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കരുത്. ഇത്തിരി വൈകിയാണേലും സാറിൽ എത്തേണ്ടടുത്ത് നമ്മൾ വൈകി എത്തിയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് പറയാമല്ലോ മഴയായിരുന്നു, വരുന്ന വഴിക്ക് നമ്മൾ സ്ലോ ചെയ്താണ് വന്നത്. ഇനി അതല്ല നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി മാറ്റി എവിടെയെങ്കിലും നിർത്തുക, എന്നിട്ട് ഉറങ്ങിയിട്ട് ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ട് വണ്ടി യാത്ര മുന്നോട്ടേക്ക് പോവുക. ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക. അതല്ലെങ്കിൽ നമുക്കിപ്പം ഫോൺ കൈ പിടിക്കണമെന്നില്ല, ഹാൻഡ്സെറ്റ് ഉണ്ട്, നമുക്ക് അതിൽ ബ്ലൂടൂത്ത് വഴി കേൾക്കാം. എന്നാൽ പോലും നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന ഒരു സാധനവും നമ്മൾ ചെയ്യാതിരിക്കുക, ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക വണ്ടി ഓടിക്കുമ്പോൾ. കൂടുതലൊന്നും പറയാനില്ല. കുട്ടികൾ, പ്രത്യേകിച്ച് ടീനേജേഴ്സ്, നിങ്ങൾ ബൈക്കിലാണെങ്കിലും സൈക്കിളിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേരൻസ് പറയുന്നത് കേൾക്കുക. അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. ആക്സിഡൻറ്റ്സ് ആൻഡ് നോട്ട് ആക്സിഡൻറ്റൽ, ചിലത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നതാണ്. വളരെ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. മറ്റൊന്നുമില്ല. മരിച്ചുപോയ കുട്ടികൾക്ക് ഹൃദയത്തിൻ്റെ എന്താ പറയുക, ഫ്രം ഡെപ്ത് ഓഫ് മൈ ഹാർട്ട് ഒത്തിരി ഭയങ്കര വിഷമമാണത് കേൾക്കുമ്പോൾ. ആദരാഞ്ജലികൾ പറഞ്ഞിട്ട് പറയുകയാണ്. അതിലേറെ പ്രാർത്ഥിക്കുകയാണ് അവരുടെ പേരൻസിന് വേണ്ടിയിട്ട്, അവരുടെ സിബ്ലിങ്സിന് വേണ്ടിയിട്ട്, അവരുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്, ഗ്രാൻഡ് പേരൻസിന് വേണ്ടിയിട്ട്. അവർക്ക് നാളെ ഇനി അവർ മുന്നോട്ട് ജീവിക്കണം. അവർ ഒരിക്കലും ഇത് മറക്കില്ല. പക്ഷെ എന്നാലും അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ. അവർക്ക് ദൈവം ഈ ഒരു അവസ്ഥ താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഫോളോ ചെയ്യേണ്ട റൂൾസുകളൊക്കെ ഫോളോ ചെയ്യുക. മറ്റൊന്നും പറയാനില്ല. താങ്ക് യു.